ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അരി ഉണ്ട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ തേങ്ങ ചിരവിയതും വെല്ലം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി വറുക്കാൻ വേണ്ടി അരി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ അരി ഇവിടെ പൊട്ടി വരുന്നുണ്ട് ചെറുതായിട്ട്. ഇപ്പം നമ്മുടെ അരിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇത് വെള്ള അരിയായതുകൊണ്ട് ഇത്രയാണ് കളർ ഉണ്ടാവും. നല്ല മറ്റേ ചുവന്ന അരി വെച്ച് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ അരിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. അതിലോട്ട് 2 ഏലക്ക ഇട്ടെടുക്കാം. ഇനി ഇത് മിക്സിയിലടിച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിലിട്ട് കൊടുക്കുന്നതാണ്. മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഈ അരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ കൂടുതൽ ചേർക്കണം. എങ്കിലേ ഈ അരി ഉണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ അരി ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. തരി ആയിട്ടില്ല, നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. എന്നാലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇനി ഇതിലോട്ട് മിക്സിയുടെ ജാറിൽ വെല്ലം, തേങ്ങ ഇതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ തേങ്ങയും വെല്ലമൊക്കെ നന്നായി ആയിട്ടുണ്ട്. ഇനി ഈ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കണം. എന്നാലാണ് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ ആക്കിയെടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ അരി ഉണ്ടേൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈവച്ച് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസാക്കി എടുക്കണം. ഈ തേങ്ങയും ശർക്കരയും നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ബോൾസാക്കി വെട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടി നമുക്ക് കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം. അപ്പം ഞാൻ ഈ അരിയുണ്ട വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണം. അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം. അതുവരേക്കും ബായ്.